പൊന്നാഞ്ചേരി അംസിയും ബോംബെ അംസിയും കൂടിയിട്ടില്ല ടൂറ് ഇത് ആദ്യമായിട്ടാ. ഇത് നമ്മളിന്ന് പൊളിക്കും ഫ്രണ്ട്സിന് ഞാനിക്കോട്ടോ. അങ്ങനെയാണെങ്കിലേ ഒരംസേ ടൂറ് പോളൂ എല്ലാം അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും. പണ്ട് ഞാൻ ബോംബെക്ക് ട്രെയിനിന് പോകുമ്പോഴേ മുന്നത്തെ സീറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ട്രെയിനത്തെ ഡ്രൈവറാണ് വലിച്ചിട്ടേ അംസയാണ് അന്ന് തീവണ്ടി ഓട്ടിയത്. അന്ന് മുതലേ അംസ ഫ്രണ്ട് സീറ്റിലാവും. കോയക്കന്റെ വീട് അറിയോ? വാട്ടക്കോയല്ല, കൊമ്പങ്കാട് കോയ. പിന്നെ ഞങ്ങളെ ഗോവ. പിന്നെ രണ്ടംശാലും വല്ലാതെ വർത്താനം പറയാതെ ടൂറിന്റെ പൈസ ഞങ്ങൾ രണ്ടാൾ വയ്ക്കണം. സാധാരണ ടൂർ പോകുമ്പോ ഗുണ്ടളക്കുന്ന പൈസ അപ്പൊ ഈ നാട്ടിൽ വിവരമുള്ളവരൊക്കെ ഉണ്ടപ്പോ. ഞാൻ ഫോൺ വിളിച്ചാ കട്ട് ചെയ്യും അല്ലേ? അങ്ങനല്ല, പക്ഷെ ഈ ടൂറിന് നിങ്ങൾ പൈസ തരണം. പൈസ തരണ ചങ്ങായി. ആ സുഗുണനാ വരുന്നു, ഓൻ്റെ അടുത്ത് പൈസ ഇട്ടിക്കണോ? കാണിച്ചു കഴിഞ്ഞാൽ അയ്യോ തൊലഞ്ഞിന്ന് ലോക അവസാനം. ലിഫ്റ്റ് വരുന്നില്ലല്ലോ. മോളോട് വരിക. ഇപ്പൊ വരും, ഇപ്പൊ വരും. അവന്റെ തന്തയുണ്ട് അവിടെ. പൂട്ടിയിട്ടിരിക്കുക. പൂട്ടിയാൽ തന്നെ നമ്മുടെ താക്കോലില്ല. താക്കോലുണ്ടെങ്കിൽ തുറക്കണം. എങ്ങനെ അവരെല്ലാം ഇല്ല എന്താ കുട്ടപ്പേ പറയുന്നത്? അതല്ല കണ്ടടംശാളെ ഓൻ എത്ര കുടിച്ചാലും ടൂറിനുള്ള പൈസ ഒപ്പിച്ചു. എത്ര മണിക്ക് ആ ഗോപിയും പോയി. ആരുണ്ടാലും എനിക്കൊരു പേടിയില്ല. വാട്സപ്പ് ബ്ലോക്ക് ആക്കിയേക്കുന്ന അത് എന്റെ അടുത്ത്. ആഹാ, ഇവളോ സീക്രം ഗോവ വന്നാച്ചാ. ഇതെന്നെ ബീച്ച്. ബീച്ചിൽ വന്നിട്ടില്ല. ജനുവരി 1 വൈകുന്നേരം. ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദര. ഈ ചലക്കത്തെ പൈസ എടുത്താ സളക്ക് എന്താ എന്നോട് 350 രൂപ. അപ്പൊ ഇജ്ജല ഗോവയ്ക്കില്ല 5000 ഉണ്ട് പറഞ്ഞത്. ബാക്കി കാശൊക്കെ ബ്രാൻഡഡ് ക്വാർട്ടർ വാങ്ങി അടിച്ചു. ജനുവരി 1 ഞാനൊരു ബൈക്കിന്റെ പുറകെ കയറി ടാങ്ക് ചെയ്ത് പോയില്ലേ, അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു. ഇതെന്താ മൂക്കിൽ പഞ്ഞി? നിങ്ങൾ ഇവിടെ തന്നെ ഞാൻ ഇപ്പച്ചിനായിട്ട് ഇപ്പൊ വരാം. ഇവിടുന്ന് ഇങ്ങോട്ട് കറക്കെടുത്തിട്ടോ. എന്താണ് ഇപ്പച്ചിന്റെ കുട്ടിക്ക്? അണ്ണന്റെ മുറപ്പണ് ഒരു തടിയിൽ കൂടെ താഴെ വെക്കുന്ന നമുക്ക് പറ്റൂല എന്നുള്ളത് പറഞ്ഞാ. ജനുവരി 1 ഞങ്ങൾക്ക് പറ്റൂല. അയ്യ എന്ത് വർത്താനങ്ങൾ പറഞ്ഞു? നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ടൂർ ഫിക്സ് ആക്കിയത് നമ്മള്. പോകാൻ പറ്റൂല പറഞ്ഞാ പറ്റൂല. ഇത് സ്മെല്ലടിക്കാതിരിക്കാനാ നമ്മുടെ ബസ് അവിടെ. ചേട്ടാ നിന്നാ ചായ കുടിച്ചിട്ട് എന്നെ കൊല്ലാന്നേ. കുൽസുജല്ലേ മാറിയമ്മാരെ കൊടുക്കണമെന്ന് അറിയുന്നു. പറ്റില്ല 350 രൂപ പൈസ പറയാ കൊടുത്തില്ല. അവന്റെ മുട്ടായി അവനെ തൊട്ടുവരുത്. ഞാൻ കേക്കൂരാച്ചാരി. ഞാൻ കേക്കൂരാച്ചാരി. എന്താ പ്രാന്തോ? എന്താണ് അങ്ങോട്ട് മാറാൻ. ആളറിയാതെ പറ്റിപ്പോയത് അയ്യ പൊക്കോളൂ. നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങൾ പോണു. അപ്പൊ തന്നെ പോയിക്കോ. ഞാൻ അയക്കാത്തൊരു കേട് വേണ്ട. പിന്നെ അടുക്കള വാതിൽ തുറന്നിങ്ങോട്ട് പോയിക്കോ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ അർജന്റ് ഒന്നുമില്ല. എന്താ പറ്റി മനുഷ്യന്? എല്ലാ ഗെറ്റടി അമ്മ വന്നിരിക്കുന്നു പെണ്ണ് കാണാൻ. പിന്നെ വളരെ ബഹുമാനത്തോടെ ഇരിക്കണം. എനിക്ക് എന്റെ അച്ഛനേക്കാൾ പേടിയാണ് അമ്മാവനെ. പിന്നെ അപ്പൊ നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലേ? ജനുവരി 1 വൈകുന്നേരം 5 മണി മുതൽ കട അടക്കുന്നവരെ പാതിര ഓഫർ അടക്കല്ലേ എല്ലാ ജാം ജൂമിലും. എന്നിട്ട് അന്നാ ടൂർ ദേഷ്യത്തിലാണ് വന്നിക്കളേ. നിങ്ങൾ കൊല്ലാന്നല്ലേ? ഇതൊരു ചെറിയ ബോംബ് കിട്ടുമോ നോക്കാം. ഇനി ഇത് പൊട്ടിച്ച് തമർത്തുന്നല്ലേ? ഒന്നും ചോദിക്കാൻ പറയൊന്നും വേണ്ട. വാ. പിന്നെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, വകയിൽ എന്റെ ഒരു പെങ്ങളാ. ഒന്നും തെറ്റിദ്ധരിക്കരുത്. എന്തൊന്നും തെറ്റിദ്ധരിക്കും. പിള്ളേർ ആവശ്യമില്ലാത്ത സാധനം സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും.
ഓഫറാണത്. അന്ന് ഞങ്ങൾ 2 അംസാക്കും ജാം ജൂമില് ബോഡി ഗാർഡായിട്ട് നിൽക്കാൻ പോകണ്ടേ, ജനങ്ങളെ തിരക്ക് നിയന്ത്രിച്ചാണ്. മാറിക്കവിടുന്നു. അല്ല സുഗുണൻ എന്താട്ടെ ഓനാ ചേച്ചി പൂത്തി. പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്ത് എസ് ഓടിക്ക് വരാൻ പറ. ഇവനെ ഞാനൊന്ന് ശരിയാക്കും. സൈനജിന്റെ മാനം കൊടുത്തു. എന്തിനു പേരന്റെ ഉള്ളിൽ കയറി വന്നത്? ഞാൻ ഫോൺ വിളിച്ചാൽ കട്ട് ചെയ്യും, എന്റെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യും. എന്റെ പിന്നെ അമ്മാവനെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കായിരുന്നു. കത്ത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിലെ ഇക്കാർക്കുമ്പോ നീച്ചോയിക്കോളൂ. അപ്പൊ 1-ാം തീയതി രാത്രി എല്ലാരും ജാം ജുമിക്കാട് പോവാ. അപ്പൊ 2-ാം തീയതി ടൂർ ഫിക്സ്. ആ വല്ലാത്ത കഥ. ബോംബിൽ അറിയാലോ. ബർത്ത്ഡേക്ക് സാധനം ഞാൻ അങ്ങോട്ട് കൊടുന്നേരാന്നല്ലേ പറഞ്ഞത്. എന്തൊക്കെയാ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? പെരിന്തൽമണ്ണ ഗലൻഡ ഗോൾഡിൽ പോയിട്ട് ഗാലൈറ്റ് എക്സിബിഷൻ. അത് ആവശ്യത്തിന് തലയ്ക്കകത്തുണ്ടല്ലോ. ഇതെന്താണ് പശു തലയിട്ട് വാള് വെച്ച? ഏരിയയിൽ വരെ അങ്ങനെ ചേറില്ല കേട്ടോ. നാറിയിട്ടാ ജാംസേ, ഞാൻ പോയി കുളിച്ചാ. ചങ്കളെ ഒരു ഒറ്റ രാത്രിക്കത്തെ സെയില്, അതും ഒരു കുളിയുടെ ശവമേ, നാറിയിട്ട് പാടില്ല. ഇനി നാറോടാ നാറി നടക്കുന്നുണ്ട്. നിനക്ക് ലൈറ്റ് വെയിറ്റ് ഗോൾഡ് മേടിച്ചു തരാം എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത്. കൊള്ളക്കോയെ. ഇത് പറഞ്ഞത് സത്യം തന്നെയാണ്. അവിടെ കുറഞ്ഞ പൈസക്ക് സാധനം കിട്ടും, പണിക്കൂലി കമ്മിയാണ്. എനിക്ക് ഇഷ്ടം. ബസ് സ്റ്റാൻഡിലല്ല, പിന്നെ ട്രെയിനിലാണ്, ടാക്സിയില. അത് ശരി. പിന്നെ ഇതെന്റെ സാധനം ഗലൻഡ ഗോൾഡ് ഞാൻ വാങ്ങിത്തരും. ആ അപ്പൊ തന്നെ പോവാ. ഈ കോലത്തിൽ എന്റെ കൂടെ വരണ്ട, ചെത്തായിട്ട് വന്നാ മതി. ഷുവർ. കുൽസുവച്ച് പോയില്ലേ? നിങ്ങൾ ഹോട്ടലിലേക്ക് പൊയ്ക്കോ. ഞാൻ വേഷം മാറിട്ട് വരാം. ആഹാരം കഴിഞ്ഞ് വന്നിട്ട് മതി വേഷം മാറുന്നത്. നീ പോ, ഷർട്ട് മാറുന്നേ. ഞാൻ പറയുന്നത് കേട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് പൊളിച്ചു. വാ. ഉമ്മത്തിനെ അടുക്കളയ്ക്ക് ആക്കിക്കണം. ഇതിന് പോയിക്കോളെ തേന. അല്ല ബൈ ലീന, വിഷ് യു എ ഹാപ്പി ഫ്ലൈറ്റ്. അവിടേക്ക് ഇന്റെ പച്ചനെ തല്ല ആളായിട്ട് വന്നിക്കല്ലേ. ഞാൻ തന്നെയാണ് നച്ചക്കാതെ കറുപ്പിച്ചതാണ്. നുണച്ചാണ് എടാ, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കേണ്ടത് മനസ്സിലാക്കാ. ഇതിന്റെ പച്ചനാണ്. പോരെ ചങ്കള. നമ്മൾ ഇപ്പൊ ഉള്ളത് പെരിന്തൽമണ്ണ. ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണ്ട് ഷോക്ക് അടിച്ചില്ല, രക്ഷപ്പെട്ടു.